സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി അറസ്റ്റിലായ അനന്തു കൃഷ്ണനു പിന്നിൽ ഉന്നതരുണ്ടെന്ന് സൂചന. അനന്തു കൃഷ്ണന് സമൂഹത്തിലെ പല കോണിലുള്ള ആളുകളുമായി ബന്ധമുണ്ടായിരുന്നു. 300 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയതെന്ന് സൂചനകളുണ്ട്. ഇതിനിടെ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കവേ ഇയാൾ ശബ്ദ സന്ദേശവും അയച്ചിട്ടുണ്ട്. സമാഹരിച്ച പണം വകമാറി വേറെ പദ്ധതിക്ക് നിക്ഷേപിച്ചെന്നും ഇടപാടുകാരുടെ പണം മുഴുവൻ തന്നു തീർക്കുമെന്നും ഇയാൾ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷമുള്ള ശബ്ദരേഖയാണ് പുറത്തു വന്നത്. വിചാരിച്ച പോലെ ഫണ്ട് സ്വരൂപിക്കാൻ സാധിച്ചില്ല. മണി ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പല്ല. ആരും പുതിയ കേസുകൾ കൊടുക്കരുതെന്നും ജയിലിൽ നിന്നും വന്നാൽ സ്കൂട്ടർ വിതരണം നടത്തുമെന്നും ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു. അറസ്റ്റിലായ ശേഷം തന്നെ കാണാനെത്തിയ സുഹൃത്തിന്റെ ഫോണിൽ നിന്നാണ് അനന്തു കൃഷ്ണൻ ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത്. കേസ് കൂടിയാൽ തനിക്ക് പുറത്തു വരാനാവില്ല. ഫണ്ട് റോൾ ചെയ്തപ്പോൾ ഉദ്ദേശിച്ച തുക ലഭിച്ചില്ല. NGO കോൺഫെഡറേഷൻ നേതാക്കൾ തന്നെ കൈവിട്ടു. ഒറ്റയ്ക്ക് തനിക്ക് ഉത്തരവാദിത്തം ചുമലേൽക്കേണ്ടി വന്നു. 7 സ്ഥാപനങ്ങൾ CSR തരാൻ തയ്യാറാണ്. അവരുമായി ചർച്ച നടത്താനിരിക്കുകയാണ്. അതിനിടയിലാണ് അറസ്റ്റ് ഉണ്ടായത്. അവിടെ നിന്നും പണം ലഭിക്കും. പുറത്തു വന്നാൽ ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങളുടെ പണവും വാഹനവും നൽകാനാകും, അനന്തു കൃഷ്ണന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. പ്രമുഖ കമ്പനികളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുള്ള ധനസഹായം ഉപയോഗിച്ച് ഗൃഹോപകരണങ്ങൾ തൊട്ട് ഇരുചക്ര വാഹനങ്ങൾ വരെ പകുതി വിലയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് അനന്തു തട്ടിപ്പ് നടത്തിയത്. പകുതി തുക മുൻകൂറായി അടച്ച് കാത്തിരിക്കണം. ഊഴമെത്തുമ്പോൾ സാധനങ്ങൾ കിട്ടുമെന്നാണ് വാഗ്ദാനം. മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ സൊസൈറ്റി രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ്. മൂവാറ്റുപുഴയിൽ മാത്രം 1200 പേർക്കാണ് സ്കൂട്ടർ നൽകാനുള്ളത്. ഏതാണ്ട് 9 കോടിയോളം രൂപ ഇതിനായി വേണം. എന്നാൽ നയാ പൈസ പോലും ഇയാൾക്ക് CSRൽ നിന്ന് ഇത്രയും കാലത്തിനിടയിൽ ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. മണി ചെയിൻ പോലെയുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. 2022 മുതൽ ഇരുചക്ര വാഹനങ്ങൾ, ഗൃഹോപകരണങ്ങൾ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ എന്നിവയ്ക്ക് 50% ഇളവിൽ നൽകും എന്ന് സംസ്ഥാനത്ത് ഉടനീളം പ്രചരിപ്പിച്ച് സന്നദ്ധ സംഘടനകളെ ഉൾപ്പെടെ ഇയാൾ വഞ്ചിച്ചിട്ടുണ്ട്, പോലീസ് പറഞ്ഞു. അനന്തകൃഷ്ണന്റെ അറസ്റ്റിനു പിന്നാലെ എല്ലാ ജില്ലകളിൽ നിന്ന് പരാതി വരുന്നുണ്ട്. 1,20,000 രൂപ വിലയുള്ള സ്കൂട്ടർ 60,000 രൂപയ്ക്ക് നൽകുമെന്നായിരുന്നു വാഗ്ദാനം. പ്രാദേശിക തലത്തിൽ വാർഡംഗത്തെയും മറ്റും സ്വാധീനിച്ച് സീഡ് സൊസൈറ്റി എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. വിശ്വാസ്യത സൃഷ്ടിക്കാനായി ഇവർ കോഴിക്കോട് പോലീസിന്റെ നേതൃത്വത്തിലുള്ള ക്ഷേമനികേതനിൽ തയ്യൽ ക്ലസ്റ്റർ തുടങ്ങിയിരുന്നു. കണ്ണൂർ പോലീസ് സഹകരണ സംഘവുമായി സഹകരിച്ച് സ്കൂൾ കിറ്റ് വിതരണം നടത്തി. 2 വീലറുകൾക്ക് പുറമെ തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് തുടങ്ങിയവയും നൽകുമെന്ന് പറഞ്ഞ് സമാനമായ രീതിയിൽ വൻ തട്ടിപ്പാണ് നടത്തിയത്. ഇവയുടെ വിതരണോദ്ഘാടനത്തിനായി പല പ്രമുഖരെയും എത്തിച്ചും രാഷ്ട്രീയ നേതാക്കളെ പദ്ധതിയുടെ പിന്നണിക്കാരായി കാണിച്ചും വിശ്വാസം പിടിച്ചുപറ്റിയുമാണ് തട്ടിപ്പ് നടത്തിയത്. പണമടച്ച് 45 ദിവസം കഴിഞ്ഞ് അന്വേഷിക്കാനെത്തിയവരോട് കുറച്ച് ദിവസത്തിനുള്ളിൽ വാഹനം ലഭിക്കുമെന്നാണ് പറഞ്ഞത്. 2-3 തവണ അന്വേഷിച്ചിട്ടും വാഹനം കിട്ടാതായതോടെയാണ് സ്ത്രീകൾ പരാതിയുമായി എത്തിയത്. അനന്തു കൃഷ്ണന് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. അനന്തു കൃഷ്ണന്റെ സ്ഥാപനത്തിന്റെ 3 ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പണം സ്ത്രീകൾ അയച്ചത്.